എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ സ്ഥലത്തും ഒരേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വ്യാപ്തം സീക്വൽ ടു നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 6ാം ക്ലാസ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോസ് ഇടുന്ന അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കാനും മറക്കരുത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ലോറിയിൽ 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലും മണൽ നിറച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, മണൽ നിറച്ചിരിക്കുന്ന ലോറിയിൽ. ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണെങ്കിൽ മണലിൻ്റെ വില എന്താ? നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ആദ്യമേ തന്നെ നമ്മൾ വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ എഴുതും. വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇവിടെ തന്നേക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. നീളം എത്രയാണ്? 4 മീറ്റർ നീളം. അപ്പം നീളം 4 മീറ്റർ. വീതി എത്രയാണ്? 2 മീറ്റർ. ഇനി ഉയരം എത്രയാണ്? 1 മീറ്റർ. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വ്യാപ്തം കണ്ടുപിടിക്കാം. വ്യാപ്തം ഈക്വൽ ടു 4 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 8 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ്. എങ്ങനെ? 1 മീറ്റർ ക്യൂബ് മണലിന് 1000 രൂപ. അങ്ങനെയാണെങ്കിൽ 8 മീറ്റർ ക്യൂബ് മണലിൻ്റെ കേട്ടോ വില ഈക്വൽ ടു 8 ഇൻറ്റു എന്ത്? 1000. എളുപ്പമല്ലേ? എത്ര രൂപ? 8000 രൂപ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. നമ്മുടെ അടുത്ത ചോദ്യമാണ്, 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു തറയുടെ വ്യാപ്തം എത്രയാണ്? ഈ ചോദ്യം കിട്ടുമ്പോൾ തന്നെ വായിച്ച് നോക്കാണ്ട് ഉടനെ ചെയ്യാൻ പോവല്ല ചെയ്യേണ്ടത്. ഉത്തരം കണ്ടുപിടിക്കേണ്ട ഏത് യൂണിറ്റിലാണ് നോക്കാം. ഉത്തരം കണ്ടുപിടിക്കേണ്ട ഏത് യൂണിറ്റിലാണ്? സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ വാല്യൂസും എല്ലാ അളവുകളും നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയിട്ട് ചെയ്താലേ എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ എഴുതും. വ്യാപ്തം ഈക്വൽ ടു നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇവിടെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 6 മീറ്ററാണ്. നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. എന്ത് ചെയ്യാം? ഞാൻ ആ സ്റ്റെപ്പ് എഴുതാം. ചില കുട്ടികൾക്കത് മനസ്സിലാവില്ല, അതുകൊണ്ട് ആ സ്റ്റെപ്പ് എഴുതാം. എന്താണ്? 6 ഇൻറ്റു 100, അതായത് 600 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാം. അതുപോലെ വീതി എത്രയാണ്? 1 മീറ്ററാണ്. അതിനെ അതുപോലെ ചെയ്യണം. 1 ഇൻറ്റു 100, അതായത് 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താ? ഉയരമാണ്. ഉയരത്തിൻ്റെ എത്രയാണ് പറഞ്ഞേക്കണേ? 50 സെൻറ്റിമീറ്റർ എന്നാണ്. അങ്ങനെ തന്നെ തന്നേക്കണം. അപ്പോൾ പിന്നെ നമ്മൾ അതായിട്ട് എന്ത് ചെയ്യേണ്ട? കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഇക്വേഷൻ എഴുതാം. വ്യാപ്തം എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, അതായത് 600 ഇൻറ്റു 100 ഇൻറ്റു 50. 6 ഇൻറ്റു 5 30. പോയിട്ട് 1 2 3 4 5 0. ഓക്കെ, ഇത്രയും കിട്ടും. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. എങ്ങനെ ഞാൻ ചെയ്തത്? 6 ഇൻറ്റു 5 ചെയ്യാം 30. പിന്നെ ബാക്കിയുള്ള പൂജ്യങ്ങളൊക്കെ പെറുക്കെ എഴുതാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 4 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു മരക്കഷ്ണത്തിൻ്റെ വ്യാപ്തം എത്ര? ഒരു ഘനമീറ്റർ മരക്കഷ്ണത്തിന് 60,000 രൂപയാണ് വില. അങ്ങനെയാണെങ്കിൽ എന്ത് വിലയല്ലേ? ഈ മരക്കട്ട വാങ്ങാൻ എത്ര രൂപ വേണം? എന്തിനാണ് ഈ മരക്കട്ട വാങ്ങിക്കേണ്ടതെന്ന് അറിയാമോ? ജനലും വാതിലൊക്കെ ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചർ ഉണ്ടാക്കാനായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. അപ്പം നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്താണ്? വ്യാപ്തം അല്ലേ? അതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. വ്യാപ്തം ഈക്വൽ ടു എന്താണ്? വ്യാപ്തം
സീക്വൽ ടു നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇനി ഓരോന്നോരോന്ന് പെറുക്കെ എഴുതുക. നീളം എത്രയാണ്? 4 മീറ്റർ. അതുപോലെ വീതി 1/2 മീറ്റർ. ഇനി ഉയരം നോക്കിക്കേ 25 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? 25/100 വെട്ടിക്കളയാം. 25 കൊണ്ട് തന്നെ വെട്ടാം. 25 ഒരു പ്രാവശ്യം, 25 100 4 പ്രാവശ്യം, 1/4 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കാണാം? വ്യാപ്തം കാണാം. എല്ലാം ഗുണിക്കുക. നീളം എത്രയാണ്? 4. വീതി എത്രയാണ്? 1/2. ഉയരം എത്രയാണ്? 1/4. വെട്ടിക്കളയാം കേട്ടോ. 4 4 വെട്ടിപ്പോയി. പോയിട്ട് എന്ത് കിട്ടും? 1/2 മീറ്റർ ചതുരശ്ര മീറ്റർ അല്ലെ, ഘനമീറ്റർ. 1/2 ഘനമീറ്റർ എന്ന് കിട്ടും. ഘനമീറ്റർ തന്നെയാണ് നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് എഴുതുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗമാണ്. അതെന്താ പറഞ്ഞേക്കണേ? ഒരു ഘനമീറ്ററിന് 60,000 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ എത്ര രൂപ വരും? എങ്ങനെ എഴുതും? ഒരു മീറ്ററിന് എത്ര രൂപ? 60,000 രൂപ. അപ്പോൾ 1/2 മീറ്റർ ക്യൂബിന് ഘനമീറ്ററിന് എത്ര രൂപ? 60,000/2 അല്ലെങ്കിൽ ഇൻറ്റു 1/2 എത്ര കിട്ടും? 30,000 രൂപ എന്ന് കിട്ടും. മനസ്സിലാവുന്നു? ഒരു ഘനമീറ്ററിന് 60,000 രൂപ. അപ്പോൾ 1/2 ഘനമീറ്ററിന് 60/2 30,000 രൂപ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. ഇനി ഈ ചാപ്റ്ററിൻ്റെ 2 പോർഷനും കൂടിയാണ് ഉള്ളത്. 2 വീഡിയോയും കൂടി. ബാക്കി ക്വസ്റ്റ്യനൊക്കെ അതിനകത്താണ്. ഇപ്പോൾ ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. 6ാം ക്ലാസ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുക, പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒക്കെ ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ ബാക്കി സോഷ്യലും ഹിന്ദിയും സയൻസും ഒക്കെ ഇട്ടുണ്ടൊക്കെ കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.